ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ഈച്ചയുടെയും ഉറുമ്പിൻ്റെയൊക്കെ ശല്യം മാറാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ അതിനായി ഞാൻ കുറച്ച് വെള്ളം നന്നായി ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ചൂടാക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വാസലിൻ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നന്നായി തിളച്ച വെള്ളത്തിലേക്കാണ് വാസലിൻ ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ വാസലിൻ ആയാലും നമ്മുടെ വിക്സ് അങ്ങനത്തെ എന്തൊരു ആയാലും നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായി അതിൽ അലിഞ്ഞു കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെയ്ക്ക് പൊന്തി നിൽക്കും. ഇതാവുമ്പോൾ നന്നായി ഒന്ന് അലിഞ്ഞു കിട്ടും. അപ്പോൾ ഇതാ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. തിളച്ചിട്ട് ഒരു സൈഡിലേക്ക് ആയി പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വാസലിൻ ഇതിലേക്ക് തോണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായി ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കുക. ഇപ്പോൾ ഇത് കണ്ടാൽ നന്നായി ഒന്ന് ഇതിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തുള്ളി കാണുന്നില്ല, നന്നായി ഒന്ന് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി ഈ ഒരു വെള്ളം നമുക്ക് എടുത്ത് വെക്കാം. ഇനി ഈ വെള്ളത്തിലേക്കാണ് നമ്മൾ ഇടാൻ പോകുന്നത് കുറച്ച് വെള്ളുള്ളിയാണ് കേട്ടോ ഇടാൻ പോകുന്നത്. അപ്പോൾ ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഇടുന്നുണ്ട്. അപ്പം ഇതുപോലെ ഇടാതെ നന്നായി ഒന്ന് ഇതുപോലെ ഒന്ന് ചതച്ച് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ചതച്ച് കൊടുക്കുക കേട്ടോ. തൊലിയോട് കൂടി തന്നെ ഇട്ട് വെക്കുക. അതുപോലെ തൊലിയോട് കൂടി തന്നെ ഇട്ട് വെക്കുക. ഇതുപോലെ ഇത് ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ വെള്ളത്തിലേക്ക് ഇത് നന്നായി ഒന്ന് അലിയുന്ന വരെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ വേറൊന്നല്ല, വാസലിനും പിന്നെ നമ്മുടെ വെള്ളുള്ളിയും ചുടുവെള്ളവുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ചൂടാറുന്ന വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലാക്കി കൊടുക്കുക. ഒന്നുകിൽ സ്പ്രേ ബോട്ടിലാക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു പാത്രത്തിൽ നമ്മുടെ കുട്ടികളുടെ മുട്ടായി വാങ്ങുമ്പോൾ കിട്ടുന്ന ഇതുപോലെയുള്ള ചെറിയ ചെറിയ ബോട്ടിലുകൾ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെയുള്ള ബോട്ടിലുകളിലൊക്കെ ആക്കിയിട്ട് ഈ ഒരു ഭാഗത്ത് കുറച്ച് ഒന്ന് ചൂടാക്കി 2-3 ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ 2 ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്താൽ തന്നെ മതി കേട്ടോ. ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ എവിടെയാണ് അധികമായി ഉറുമ്പ് കൊതുകുകളുള്ളത് ആ ഭാഗത്ത് ഇത് തളിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെയുള്ള ബോട്ടിലുകളിലാക്കി സൂക്ഷിക്കുക. ഒരാഴ്ച വരെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. ഇത് ചൂടാറി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് അരിച്ചെടുക്കുക. അതിനുശേഷം ഈ തെളിയാണ് നമ്മൾ എല്ലാ ഭാഗത്തും. ഇപ്പം ഇത് നമുക്ക് കിച്ചൺ കബോർഡിലൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ രാത്രിയിൽ ആ ഒരു ശല്യമൊക്കെ നമുക്ക് മാറിക്കിട്ടും. പല്ലിയുടെയും പാറ്റയുടെയും ഒക്കെ നന്നായി പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുക. അതുപോലെ നമ്മുടെ കിച്ചൺ കബോർഡിലൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുക. അതൊക്കെ ചെയ്യാം. അതുപോലെ സന്ധ്യാസമയങ്ങളിൽ നമ്മുടെ ചുറ്റുവട്ടത്തും വീടിന്റെ ചുറ്റുവട്ടം ഒന്ന് തളിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ജന്തുക്കളിൽ നിന്നൊക്കെ രക്ഷപ്പെടാം. ഈ വെളുത്തുള്ളിയുടെ ഒരു സ്മെല്ല്, പ്രത്യേകിച്ച് പാമ്പ്, ചേര എന്നിവക്കൊക്കെ വലിയ ഒരു അലർജി ഉള്ള ഒരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ പാമ്പിൽ നിന്നോ ഇതിൽ നിന്നൊക്കെ നമ്മുടെ ആ വീടിന്റെ പരിസരങ്ങളിലേക്ക് വരാതിരിക്കാം.